ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു തമിഴ്നാട് സ്റ്റൈൽ സേമിയ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനൊക്കെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഏലക്ക, കറുവാപ്പട്ട, ഗ്രാമ്പൂ, മറ്റേ ബേ ലീഫ് ഇത്ര ഇട്ട് നല്ലപോലെ ചൂടാക്കി എടുക്കും. അപ്പോഴത്തേന് കുക്കറിനകത്ത് ബീൻസും ക്യാരറ്റും വെച്ച് വേവിക്കും. ഇത് എണ്ണ വഴറ്റി വേണമെങ്കിൽ എടുക്കാം. പിന്നെ നമ്മൾ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെള്ളം ഒഴിച്ച് തന്നെയാണ്, ഉപ്പും വെള്ളവും മാത്രം ഒഴിച്ച് വേവിക്കുകയാണ്. അതിലേക്ക് ഒരു പാക്കറ്റ് സേമിയയ്ക്ക് 2 സബോള എന്ന കണക്കിൽ ഒരു സേമിയ എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് പിള്ളേർക്ക് കൊടുക്കുന്നതുകൊണ്ട് അത്ര എരിവിടത്തില്ല. പിന്നെ സേമിയ വേവിച്ചെടുക്കണം. അതിന് വെള്ളം വെച്ച് ഉപ്പിട്ട് നല്ലതുപോലെ വെള്ളം തിളപ്പിക്കണം. ഇതൊരു തമിഴ്നാട്ടിലെ സേമിയയാണ്. നമ്മുടെ ഇവിടെ ഇതിങ്ങനെ വാങ്ങാൻ കിട്ടിയിട്ടില്ല. മോറിൽ ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പക്ഷേ മോറിൽ നമ്മൾ വാങ്ങിയിട്ടില്ല. പിന്നെ അതിലേക്ക് ഒരു തക്കാളി ആഡ് ചെയ്യണം. ഒന്നല്ല 3 തക്കാളി. ഒരു പാക്കറ്റ് സേമിയയ്ക്ക് ഒരു തക്കാളി എന്ന രീതിയിൽ 3 തക്കാളി ആഡ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് തക്കാളിയിലെ വെള്ളമെല്ലാം ഊറി വരുമ്പോഴത്തേക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ ബിരിയാണി മസാല, നമ്മുടെ ആച്ചിയുടെ ബിരിയാണി മസാല അതും ചേർക്കുക. പിന്നെ ഈസ്റ്റേണിൻ്റെ കാശ്മീരി മുളക് പൊടി. എരിവ് വേണ്ട, ജസ്റ്റ് കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. വലിയ എരിവൊന്നും വേണ്ട. അത്ര സ്പൈസി ഒന്നും അല്ലാത്ത ഒരു ഫുഡാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇത് ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യവും അനിയത്തിയുടെ വീട്ടിൽ നിന്ന് അയച്ചു തരുക ചെയ്യുന്നത്. ഇത് ഇപ്രാവശ്യം അവളുടെ അനിയൻ വന്നപ്പോഴത്തേന് കൊണ്ടുവന്നതാണ്. ഇത് ഒത്തിരി വെന്ത് പോകാൻ പാടില്ല. ജസ്റ്റ് ആ തിളച്ച വെള്ളം നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് അതിനകത്തേക്ക് ഇട്ട് തിരിച്ച് കോരിയെടുക്കുക. എന്നപ്പോൾ തന്നെ സ്ട്രെയിൻ ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. അത് ഒത്തിരി നേരം വെക്കുകയോ വെള്ളം പോവാൻ വെക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കട്ടയായിപ്പോവും. അപ്പോഴത്തേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന സംഭവം റെഡിയായി. അതെടുത്ത്, അതായത് ക്യാരറ്റും ബീൻസും അതെടുത്ത് ഇതിനകത്തേക്ക് ഇടുക. പിന്നെ നമ്മൾ ഫാൻ ഇട്ടിട്ട് ഇത് തണുക്കാൻ വെച്ചു. ഇത് ചൂടായിട്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെയും വെന്തിട്ട് കട്ടയായിപ്പോയി കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തോന്നത്തില്ല. ഇങ്ങനെ പോലെ പോലാന്ന് കിടക്കണം. അങ്ങനെ കിടന്നാലേ അതിനൊരു രുചിയുള്ളൂ. അങ്ങനെയാണ് പറയുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഇടണം. പിന്നെ നമ്മൾ ഇതിലേക്ക് മാഗി അല്ലെങ്കിൽ ഇപ്പി ചേർക്കും. നമ്മളിവിടെ ഇപ്പിയാണ് ചേർക്കുന്നത്. അപ്പം ഈ ഒരു പാക്കറ്റ് സേമിയയ്ക്ക് ഒരു ഇപ്പി എന്ന കണക്കിലാണ് ചേർക്കുന്നത്. അപ്പോൾ ഇപ്പിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുന്നു. പിന്നെ ഇത് ഞങ്ങൾ ചുമ്മാ സൈഡ് ഡിഷായിട്ട് ചേർക്കുന്ന, ചിക്കൻ ചേർത്താലും കുഴപ്പമില്ല, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. കുഞ്ഞുങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഇടുന്നതാണ്. ചിക്കൻ കാണുമ്പോൾ അവർ പിന്നെ കഴിക്കാൻ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. അല്ല തന്നെ ഇതുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രം കാലിയാവുന്ന വഴി നമ്മുടെ വീട്ടിൽ കാണത്തില്ല. നമ്മുടെ വീട്ടിൽ ആളെണ്ണം കൂടുതലാണ് നമ്മൾ ഇത്ര ഉണ്ടാക്കുന്നത് കേട്ടോ. 3 ഇപ്പിയാണ് എടുത്തേക്കുന്നത്. 3 ഇപ്പി എടുത്ത് പൊടിച്ച് അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം അത് വറ്റി വരണ്ടാനായിട്ടുള്ള വെള്ളമാണ് എടുത്തേക്കുന്നത്. ആ ഇപ്പി വേവാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. കൂടുതൽ വെള്ളമായിപ്പോയി കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ സേമിയയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കുഴഞ്ഞു പോകും. അതായത് കിണ്ടിയെടുത്ത പോലെ ഇരിക്കും. പോലാന്ന് നമ്മുടെ ബിരിയാണി റൈസൊക്കെ കിടക്കുന്ന ആ ഒരു ഇതിലേക്ക് കിടക്കണം. പിന്നെ ആരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോസ് കാണുന്നൊന്നുമില്ല കേട്ടോ. എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് തുടക്കമായിട്ടൊന്നും അറിയത്തില്ല. എല്ലാവരുടെയും സപ്പോർട്ടിങ് ആവശ്യമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ മല്ലിയില ആഡ് ചെയ്ത് നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് സേമിയ ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.